നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോയ്ക്ക് മുമ്പ് പരസ്യം വരുന്ന ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ യൂട്യൂബേഴ്സും കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഓരോ യൂട്യൂബേഴ്സും അഹോരാത്രം പണിയെടുക്കുന്നത്. ഒരു പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന ഓരോ യൂട്യൂബേഴ്സിൻ്റെയും ആദ്യത്തെ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ചാനലുകളിൽ പരസ്യം വരുന്ന ആ നിമിഷമായിരിക്കും നമ്മുടെ ആദ്യത്തെ മൈൽ സ്റ്റോൺ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രധാന വാർത്തയാണ് ഞാനിന്ന് പറയുന്നത്. യൂട്യൂബ് ചാനൽ ഉള്ളവർക്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു അപ്ഡേഷനാണ്, ഒരു ന്യൂസാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതെ, യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസി മാറുന്നു. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. യൂട്യൂബിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പോളിസി മാറുന്നു. അതായത് നമ്മുടെയൊക്കെ ചാനലുകളിൽ വരുന്ന വീഡിയോയിൽ കാണിക്കേണ്ട പരസ്യങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ചില നിബന്ധനകൾ മാറ്റുകയാണ് യൂട്യൂബ്. ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഓൺ യൂട്യൂബ് റിഗാർഡിംഗ് അഡ്വർടൈസ്മെൻറ്റ് പോളിസി. നമ്മുടെയൊക്കെ ചാനലുകളിൽ എപ്പോൾ പരസ്യം വരണം, എന്ന് മുതൽ പരസ്യം വരണം എന്നുള്ളതൊക്കെ മാറ്റുകയാണ് യൂട്യൂബ്. അതെ, ജൂൺ 1, 2021 മുതൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരുപാട് പോളിസികൾ, ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരികയാണ്. അപ്പോൾ നമുക്ക് കാണാം അത് ഏതൊക്കെയാണെന്നുള്ളത്. പ്രധാനമായിട്ടും ഉള്ളത്, ചാനൽ തുടങ്ങുന്ന അന്ന് മുതൽ, നമ്മൾ ആദ്യത്തെ വീഡിയോ ഇടുന്ന അന്ന് മുതൽ നമ്മുടെ ചാനലുകളിലെ വീഡിയോകളിൽ പരസ്യം വരാൻ പോകുന്നു. അപ്പോൾ കാണാം നമുക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന്. നമസ്കാരം, ജ്യോതിർഗമയ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, അല്ലെങ്കിൽ യൂട്യൂബുമായി ബന്ധപ്പെട്ടുള്ള ഒരു രസകരമായ അല്ലെങ്കിൽ ഒരു അറിവ് പകരുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത്. യൂട്യൂബിൽ വളരെ വലിയ ഒരു അപ്ഡേഷൻസ് വരികയാണ്. അതായത് യൂട്യൂബിൽ പരസ്യം കാണിക്കുന്നതിനുള്ള ചില ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോരുന്നതിന് മുമ്പ് ഒരപേക്ഷ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ വരുമ്പോൾ അറിയുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ആ പേജ് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. ഇപ്പോഴത്തെ പോളിസി നമുക്കറിയാം. അതായത് യൂട്യൂബിൽ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ വീഡിയോയിൽ പരസ്യങ്ങൾ വരുന്നതിനായിട്ടുള്ള നിബന്ധന എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? 1000 സബ്സ്ക്രൈബറും അതുപോലെ തന്നെ 365 ദിവസം, കഴിഞ്ഞ ഒരു വർഷത്തിൽ 4000 മണിക്കൂർ വാച്ച് അവേഴ്സും വേണം നമ്മുടെ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ പരസ്യം വന്നു തുടങ്ങാനായിട്ട്. അതാണ് പോളിസി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് നമ്മുടെ വീഡിയോകളിൽ പരസ്യം വരാനായിട്ടുള്ള ഒരു അനുവാദം നമ്മൾ യൂട്യൂബിന് കൊടുക്കും, അല്ലെങ്കിൽ ഗൂഗിളിന് കൊടുക്കും. ഗൂഗിൾ അതനുസരിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് മുമ്പോ ഇടയ്ക്കോ ഒക്കെ പരസ്യങ്ങളിടും. അതിൻ്റെ ഒരു വിഹിതം നമുക്ക് കിട്ടും. അതാണ് ഇപ്പോൾ നിലവിലുള്ള പോളിസി. അതായത് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവേഴ്സും ഒരു വർഷത്തിൽ നമുക്ക് കിട്ടണം. എൻ്റെ ഈ ചാനലിൽ എനിക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാൻ പറ്റിയത് എപ്പോഴാണെന്ന് അറിയാമോ? ഏകദേശം 100 വീഡിയോകളുടെ അടുത്തായപ്പോഴാണ് എൻ്റെ കയ്യിൽ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്തത്. അതായത് ഒരു 11 മാസക്കാലം കൊണ്ട് ഞാൻ ഏകദേശം 100 വീഡിയോ ഇട്ടപ്പോഴാണ് എൻ്റെ ചാനലിൽ ആദ്യ പരസ്യം വന്നത്. അതായത് 1000 സബ്സ്ക്രൈബർ എന്ന് പറയുന്ന മൈൽ സ്റ്റോണും അതോടൊപ്പം തന്നെ 4000 വാച്ച് അവറും എനിക്ക് കിട്ടിയത്. പക്ഷേ ജൂൺ 1, 2021 മുതൽ യൂട്യൂബിൽ വലിയൊരു മാറ്റം വരികയാണ്. അതായത് നമ്മുടെ ചാനലുകളിൽ എപ്പോൾ മുതലാണ് പരസ്യം കാണിക്കേണ്ടത് എന്ന ഒരു ക്ലോസിൽ വളരെ വലിയൊരു മാറ്റമാണ് യൂട്യൂബ് വരുത്തിയിരിക്കുന്നത്. അതിന് പറ്റിയൊരു മെയിൽ എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടുകയുണ്ടായി. അപ്പോൾ ആ വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. നമ്മൾ ചാനൽ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ആദ്യ വീഡിയോ മുതൽ ഇനി നമ്മുടെ വീഡിയോകളിൽ പരസ്യം വരും, നമ്മുടെ ചാനലുകളിൽ പരസ്യം വരും എന്ന് വിചാരിച്ച് അതിനർത്ഥം നമുക്ക് പൈസ കിട്ടുമെന്നല്ല. നമ്മുടെ വീഡിയോകളിൽ പരസ്യം വരും, പക്ഷേ നമുക്ക് പൈസ കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല. ഒന്നുകൂടി വ്യക്തമായി പറയാം. അതായത് യൂട്യൂബിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പോളിസി മാറുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ യൂട്യൂബിന് പെർമിഷൻ കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ചാനലിൽ വീഡിയോകളിൽ പരസ്യം വരും, പക്ഷേ നമുക്ക് പൈസ തരുന്നത് എപ്പോഴായിരിക്കും? പൈസ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൻ്റെ പാർട്ണർ പ്രോഗ്രാം അതിൽ നമ്മൾ എനേബിൾ ചെയ്യണം. അത് എനേബിൾ ചെയ്യാനായിട്ട്, അതായത് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാനായിട്ട് എന്ത് വേണം? പഴയ കണ്ടീഷൻ തന്നെയാണ്. അതായത് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും എന്ന് നമുക്ക് തികയുന്നോ അന്ന് മാത്രമേ നമ്മുടെ മോണിറ്റൈസേഷൻ എനേബിൾ ആവുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ചാനലിൽ പരസ്യം എന്ന് വരും, അത് ഗൂഗിൾ തീരുമാനിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് തീരുമാനിക്കും. നമ്മുടെ ആദ്യ വീഡിയോ മുതൽ തന്നെ നമ്മുടെ വീഡിയോകളിൽ പരസ്യം ഇടാനുള്ളൊരു പെർമിഷൻ നമ്മൾ യൂട്യൂബിന് കൊടുക്കണം. അവർക്ക് അതിന് അധികാരമുണ്ടാവും. നമ്മുടെ വീഡിയോയിൽ പരസ്യം ഇടാനും ഇടാതിരിക്കാനും അവർക്ക് അധികാരമുണ്ടാവും. അപ്പോൾ ജൂൺ 1, 2021 മുതൽ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്ത ആളുകൾക്കും അല്ലാത്തവരുടെ വീഡിയോകളിലെല്ലാം പരസ്യം വരും. അതായത് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാത്ത ആൾക്കാരോ പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന ആളുകളോ ഒക്കെ നമ്മൾ ഗൂഗിളിന് പെർമിഷൻ കൊടുക്കുകയാണ് എൻ്റെ വീഡിയോയിൽ
പരസ്യമിട്ടോളാൻ പറഞ്ഞിട്ട്. പക്ഷേ ആ കാശൊന്നും നമുക്ക് തരില്ല എന്ന് മാത്രം. ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബ് ഇതും കൊണ്ട് വലിയൊരു നേട്ടമാണ് കൊയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് എനിക്ക് വന്നിട്ടുള്ള മെയിൽ. ആ മെയിൽ ഞാൻ കാണിച്ചു തരാം. അതിൽ രണ്ടാമത്തെ പോയിൻ്റായിട്ട് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നതാണ്. അതിൽ അഡ്വർടൈസ്മെൻറ്റ് പോളിസിയിൽ വരുന്ന മാറ്റങ്ങൾ ഞാനത് വായിക്കാം. യൂട്യൂബ്സ് റൈറ്റ് ടു മോണിറ്റൈസ്. യൂട്യൂബ് ഹാസ് ദ റൈറ്റ് ടു മോണിറ്റൈസ് all content on the platform and ads may appear on videos from channels not in the YouTube partner program. അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ പങ്കെടുക്കാത്ത, അതിലില്ലാത്ത ചാനലുകളിലെ വീഡിയോകളിൽ അടക്കം പരസ്യമിടുവാനായിട്ട് ഉള്ള അവകാശം യൂട്യൂബിനുണ്ടായിരിക്കും. അതിൽ നിന്നും വരുമാനമെടുക്കാനുള്ള, അതായത് മോണിറ്റൈസ് ചെയ്യാനുള്ള അവകാശവും യൂട്യൂബിന് തന്നെ ആയിരിക്കും എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അതായത് ജൂൺ 1, 2021 മുതൽ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാത്ത ചാനലുകൾക്കും അതുപോലെ തന്നെ പുതുതായി തുടങ്ങുന്ന ചാനലുകളിലും ആദ്യ വീഡിയോ മുതൽ തന്നെ പരസ്യം വരും. പക്ഷേ വരുമാനം കിട്ടില്ല. വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും തികഞ്ഞ് യൂട്യൂബിൻ്റെ പാർട്ണർ പ്രോഗ്രാമിൽ കയറി ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ. പക്ഷേ പരസ്യം വരും. ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് യൂട്യൂബ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ, നിങ്ങൾക്ക് ഗുണകരമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.